എനിക്ക് ഒരവസരം മാത്രം തന്നാ മതി. എന്റെ നിരപരാധിത്വം ഞാൻ തന്നെ എങ്ങനെയെങ്കിലും തെളിയിച്ചോളാം. അതിനാദ്യം എന്റെ ഭർത്താവ് ദേവൻ ഈ രാജ്യം വിട്ട് എങ്ങോട്ടേക്കും പോവാതെ തടസ്സപ്പെടുത്തണം. രണ്ടും കരയല്ലേ? ഇവിടെ തന്നെ നിന്ന് നിങ്ങളെല്ലാരും കരയിപ്പിച്ചോണ്ട് ഞാനും വിഷമിക്കുന്നതിലൊരർത്ഥമില്ല. ഞാനിവിടുന്ന് പോകുന്നതാ നല്ലത്. എന്തോ ഞാനിവിടെ ഈ അടുത്ത് അമേരിക്കയിലേക്കല്ലേ പോകുന്നേ. പക്ഷെ എന്റെ വൈദേഹി തിരിച്ചു വരാൻ പറ്റാത്തൊരു ലോകത്തേക്കാ പോയത്. അതുകൊണ്ടാ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കാതെ വന്നത്. എന്നെ ഒന്ന് മനസ്സിലാക്ക. ബാഗെല്ലാം കാറിലെടുത്ത് വെച്ചിട്ടുണ്ട്. മോനെ, ഇൻസ്പെക്ടർ എന്താ വീണ്ടും ഇങ്ങോട്ട് വന്നേ? എയർപോർട്ടിലേക്കായിരിക്കും പുറപ്പെടുന്നത്. അതെ ഇൻസ്പെക്ടർ, ഇന്ന് ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. സോറി, നിങ്ങൾക്ക് തൽക്കാലം ഇവിടുന്ന് പോകാൻ പറ്റില്ല. നിങ്ങളുടെ പാസ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്യൂ. അതെന്തിനാ മാഡം? കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ട്. ഇതെന്താ പോകാൻ നേരത്തെ ഈ തള്ള തടസ്സമായിട്ട്? എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അവൻ ഫ്ലൈറ്റിൽ കയറുന്നവരെ ഒന്നും തീരുമാനിക്കണ്ടെന്ന് പറഞ്ഞത്. പാസ്പോർട്ട് പ്ലീസ്. ഇൻസ്പെക്ടർ, ഇവിടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെന്തുകൊണ്ട് അമേരിക്കയിലേക്ക് പോയിക്കൂടാ? ഞാനാണെങ്കിൽ ഒരു കുറ്റവും ചെയ്തിട്ടുമില്ല. പിന്നെന്തിനാ കോടതി എന്റെ പാസ്പോർട്ട് ചോദിക്കുന്നേ? നിങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞു വന്ന ആ സ്ത്രീ കോടതിയിലും നിങ്ങളുടെ ഭാര്യയാണെന്നാ പറഞ്ഞേക്കുന്നേ. ദേവന്റെ ഭാര്യയാണ് ഞാൻ, ദശരഥ രാമവർമ്മയുടെ മരുമകള്. ഞാൻ പറയുന്നത് സത്യ സാർ. ഞാൻ വൈശാലിയല്ല സാർ. എനിക്കത് തെളിയിക്കാൻ ഒരു അവസരം തരണം സാർ. ഇവര് തന്നെയാണ് വൈശാലി? അല്ല, ഞാൻ വൈശാലി അല്ല സാറേ. ഞാൻ വൈശാലി അല്ല സാറേ. ഞാൻ വൈശാലി അല്ല.
ഇപ്പൊ ഞങ്ങക്ക് വേറെ വഴിയില്ല. അവര് നിങ്ങളുടെ ഭാര്യയാണെന്നും അവർക്ക് ചതിവ് പറ്റിയതാണെന്നും ജഡ്ജിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് സത്യമായി മാറുന്ന? എന്റെ ഭാര്യ എന്റെ കൈകളിൽ കിടന്നു മരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുന്ന പലരും ഉണ്ടായിരുന്നു അവിടെ. ഇതൊന്നും കാര്യമാക്കാതെ കോടതിയിൽ ആ സ്ത്രീ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ എന്റെ അമേരിക്കയിലേക്കുള്ള യാത്ര തടയുന്ന എങ്ങനെയാ? ആ സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്നും അവള് വൈദേഹിയല്ല വൈശാലിയാണെന്ന് പേപ്പറിലും വന്നിട്ടുണ്ടല്ലോ. പിന്നെന്താണ് സംശയം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ത്രീയെ കാണാനും നിങ്ങളുടെ മരുമോളെ പോലെ തന്നെയാണല്ലോ. അപ്പോ അവര് പറയുന്നതും കോടതിക്ക് കണക്കിലെടുക്കാതിരിക്കാൻ കഴിയില്ല. വൈദേഹിയും വൈശാലിയും ഒരേ രൂപസാദൃശ്യമുള്ളവരായതിനാൽ ഇവര് വൈശാലിയാണെന്ന് തീർത്തു പറയാൻ സാധിക്കില്ല. വൈദേഹിയായിരിക്കാനുള്ള ചാൻസ് ഒട്ടും പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നീതിശാസ്ത്രം ബോധിപ്പിക്കുന്നത്. അതിനനുസൃതമായി ഈ പെൺകുട്ടി ശരിക്കും വൈദേഹിയാണെങ്കിൽ സ്വന്തം ഭർത്താവിൽ നിന്ന് അകറ്റുന്നതിനോടൊപ്പം സ്വന്തം ജീവിതവും അവർക്ക് നഷ്ടപ്പെടുമെന്ന് കോടതി മനസ്സിലാക്കിയതുകൊണ്ട് ആദ്യം കോടതി ദേവൻ അമേരിക്കയിലേക്ക് പോകുന്നത് തടയുന്നു. അയാളുടെ പാസ്പോർട്ടും കോടതിയിൽ സറണ്ടർ ചെയ്യണം. പോലീസുകാർ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടതാണ്. ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. കോടതിയെ പറ്റിച്ച് 100 അപരാധികൾ രക്ഷപ്പെടുകയാണെങ്കിലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ കേസിന്റെ കാര്യത്തിൽ അവസാന തീരുമാനം ഉണ്ടാകുന്നതുവരെ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എങ്ങും പോകാൻ പാടില്ല. കോടതി ഉത്തരവാണ്. പാസ്പോർട്ട് പ്ലീസ്. മാത്രമല്ല, അടുത്ത ഹിയറിംഗ് നടക്കുമ്പോൾ മിസ്റ്റർ ദേവൻ കോടതിയിൽ ഹാജരാകാനായിട്ട് അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുവാനും കോടതി നിർദ്ദേശിക്കുന്നു. ഈ കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കോൺസ്റ്റബിൾ, ഇത് കോർട്ട് ഓർഡർ ആണ്. കോൺസ്റ്റബിൾസ് വരൂ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾ എങ്ങോട്ടും പോകാൻ പാടില്ല. കോടതി വിളിക്കുമ്പോഴെല്ലാം ഹാജരാകുകയും വേണം. ഇത് എവിടത്തെ ന്യായ? കുറ്റവാളിയെ വിട്ടിട്ട് പാവം ഇപ്പൊ നമ്മുടെ ദേവന്റെ നേരെയാണല്ലോ. ആരെയും സമാധാനത്തോടെ വിടില്ലെന്ന് വെച്ചാ ശരിയാണച്ചാ. ഇപ്പൊ ദേ അവള് പറഞ്ഞതിന്റെ പേരില് ദേവൻ അമേരിക്കയ്ക്കും പോവാൻ പറ്റില്ല. ഇനി നാളെ അവള് പറയുന്നതും വിശ്വസിച്ച് അവള് വൈദേഹിയാണെന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണെ എന്ത് ചെയ്യും? ദേവൻ അവളോടൊപ്പം ജീവിക്കേണ്ടി വരുമോ? അതിനി ഒരിക്കലും ഉണ്ടാവില്ല.
എന്റെ വൈദേഹി എന്റെ കൈകളിൽ കിടന്നാണ് മരിച്ചത്. അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. എന്റെ വൈദേഹിയുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുകയില്ല. അത് നമ്മൾ വിചാരിക്കുന്നതല്ലേ. പക്ഷെ ഇത് കോടതി തീരുന്ന പ്രശ്നമല്ല മോനെ. നമുക്കും ഇത് കോടതിയിൽ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എനിക്കറിയാവുന്നൊരു സുപ്രീം കോടതി ലോയർ ഡൽഹിയിലുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ. നമസ്കാരം ദശരഥ രാമവർമ്മ. നമസ്കാരം. പറഞ്ഞോളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ പ്രശ്നത്തിൽ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം. അവൾ ഈ കേസ് ഫോളോ ചെയ്തോളൂ. അസിസ്റ്റന്റോ? അതെ. നിങ്ങൾ തന്നെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇവിടെ ഞാനിപ്പോ ഒരു കേസ് വാദിച്ചു കൊണ്ടിരിക്കുക ഓർമ്മേ. ഇടയ്ക്ക് വെച്ച് വരാൻ പറ്റാത്തോണ്ടാ. എന്റെ അസിസ്റ്റന്റ് ആണെന്നൊന്നും കരുതണ്ട. ഷീസ് യങ് ആൻഡ് ഡൈനാമിക്, മോസ്റ്റ് ഇന്റലിജന്റ്. അവൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തോളും. നാളെ അവൾ അങ്ങെത്തും. എന്നാ വയ്ക്കട്ടെ. ആയിക്കോട്ടെ. അയാളുടെ അസിസ്റ്റന്റ് ഏതോ ഒരു പെൺകൊച്ചു വരുന്നുണ്ടത്രേ. അവള് മിടിക്കുകയാണെന്നാ പറയുന്നേ. മോൻ ചെന്ന് റെസ്റ്റ് ചെയ്തോളൂ. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചാ അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞില്ലേ? ശനീശ്വരൻ നിന്റെ തലേ കയറി ഇരുന്നാടാ താണ്ഡവ നൃത്തം കളിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതും നടക്കോ? അവസാന നിമിഷം അവനെ പിടിച്ചു നിർത്തിയില്ലേ? ചൊറിഞ്ഞുകൊണ്ട് മാറുന്ന ശനിയൊന്നും അല്ല നിന്റെ തലയിലുള്ളത്. ഞാൻ പറഞ്ഞതാ എല്ലാം കഴിയുന്നതിന് മുമ്പ് എടുത്ത് ചാടരുതെന്ന്. ചാടിയാ ചിലപ്പോ ഇങ്ങനെ അനുഭവിക്കും. ഇനി കോടതി വിധി എന്ന് വരുമോ എന്തോ. അപ്പോഴേക്ക് ദേവന്റെ മനസ്സുവല്ലോ മാറിയാലോ. പിന്നെ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഛേ, ഇതെന്താ ഇതുവരെ വരാത്തെ? വരേണ്ട സമയമാവുന്നല്ലേ ഉള്ളൂ. ആ വൈശാലൻ നമ്മളെ എല്ലാരെയും കോടതിയുടെ പടി ചവിട്ടിപ്പിച്ചു കളഞ്ഞല്ലോ. ദേവൻ 2 ദിവസം മുന്നേ തന്നെ അമേരിക്കയിലേക്ക് പോയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. പോവാതിരുന്നത് നന്നായില്ലേ ഏട്ടത്തി? അവിടെ ചെന്നതിന് ശേഷം ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ ടെൻഷൻ കൂടി ആയനെ. 2-1 അറിഞ്ഞതിന് ശേഷം പോയാ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. കോടതിയല്ലേ വിളിപ്പിച്ചത്. ഇവിടെ വെച്ച് എന്താ തെളിയുന്നെന്ന് കാണാം. ആരാധ്യ, കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും. അടക്കടാ.
നീയായിരുന്നല്ലേ? ഞെട്ടിപ്പോയല്ലേ? ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലേ? നിനക്ക് മറക്കാൻ പറ്റുവാടാ എന്നെ? പഴയ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദേവ, ഈ കുട്ടിയെ നിനക്ക് നേരത്തെ അറിയായിരുന്നോ? അതെ. അങ്കിൾ, എന്നെ മനസ്സിലായില്ല അല്ലേ? ദേവന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. വീട്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അയ്യോ ആരാധ്യ, ഇപ്പോഴാ ഓർമ്മ വന്ന്. ആളങ്ങ് വളർന്നു പോയില്ലേ? ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? ആന്റി, ഞാൻ ഡൽഹിയിലായിരുന്നു ആന്റി. ദേവന്റെ ഏട്ടത്തിയമ്മ അല്ലേ? ഇത് വരുൺ, റൈറ്റ്? അതിരിക്കട്ടെ, ഇന്ദുമ്മ എവിടെ പോയി? ഇന്ദുമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് വന്നില്ല. അല്ല, ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാരെയും നിനക്ക് ഇത്രയും നന്നായിട്ട് അറിയാവോ? പക്ഷെ ദേവൻ ഇതുവരെ നിന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിന് ദേവൻ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ചിന്തിക്കോ ഓർമ്മിക്കോ ചെയ്തിട്ട് വേണ്ടേ? അവനിപ്പോ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല മോളെ. ഭാര്യ മരിച്ച വിഷമത്തിൽ നിന്ന് അവനിപ്പോഴും കരകയറിയിട്ടില്ല. അതിനിടയ്ക്ക് എങ്ങനെ ഒരു പ്രശ്നം? സമാധാനം തരില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അങ്കിൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനിങ്ങ് എത്തിയില്ലേ അങ്കിൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. എടാ ദേവ, ജീവിതം ഇങ്ങനെയൊക്കെയാ. നമ്മൾ ഇഷ്ടപ്പെടുന്നവര് പെട്ടെന്ന് ഒരു ദിവസം ജീവിതത്തിലേക്ക് വന്ന് നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കും. എന്നിട്ട് അകന്നു പോവും. ആ വേദന മാത്രമായിരിക്കും ബാക്കി. എന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ നമുക്ക്? മുമ്പോട്ട് പോയല്ലേ പറ്റൂ. വി ഷുഡ് മൂവ് ഓൺ. ഇവളെന്താ ദേവനെ അങ്ങനെ നോക്കുന്നത്? അവളാണോ വൈദേഹി? അല്ല, ഡ്യൂപ്ലിക്കേറ്റ് വൈദേഹി, വൈശാലി. ആ അത് തന്നെ. വൈദേഹി കാണാനും ഇതുപോലെ തന്നെ അല്ലേന്നാ ഞാൻ ഉദ്ദേശിച്ചേ. എങ്ങോട്ടാ പോകുന്ന? സാരമില്ല, അവളെ വിട്ടേക്ക്. കോടതിക്കകത്തല്ലേ, എങ്ങോട്ടും പോയില്ല. ദേവിടൻ വന്നോ? ദേവിടൻ അമേരിക്കയിലേക്ക് പോയില്ലല്ലേ? എനിക്കറിയായിരുന്നു ദേവിടന് പോവാനാവില്ല. എന്നാലും ദേവിടൻ എന്തിനാ ഇവിടെ നിന്ന് പോവാൻ നോക്കുന്നത്? ദേവിടന്റെ വൈദേഹി ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ദേവിടന്റെ കൺമുന്നിൽ തന്നെ നിപ്പുണ്ട്. ദേവിടൻ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഞാൻ തന്നെ ദേവിടന്റെ വൈദേഹി.
രൂപസാദൃശ്യം ഉള്ളത് കൊണ്ട് മാത്രം ഉപ്പ് കർപ്പൂരമാകണമെന്നില്ല.